ഇഞ്ചക്ഷനൊക്കെ വച്ചിട്ടുണ്ട്, മരുന്നും തന്നിട്ടുണ്ട്. ഇനി കുറച്ചു നേരം കണ്ണടച്ച് കിടന്നോ. അപ്പോഴേക്കും ഉണർന്നെഴുന്നേൽക്കുമ്പോഴേക്കും അസുഖമൊക്കെ സുഖമായി സുന്ദരി കുട്ടിയായി നിനക്ക് ചാടി ഓടി കളിക്കാം കേട്ടോ. ചേച്ചി കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ. നല്ല കുട്ടിയായിട്ട് കണ്ടുപൂട്ടി കിടക്ക്. അമ്മ ഇപ്പൊ വരും. അച്ഛയെ വിളിക്കാനോ മറ്റോ പുറത്തേക്ക് പോയതാ, അതുകൊണ്ട് പേടിക്കണ്ട. ചേച്ചിയുണ്ട് ഇവിടെ കേട്ടോ. കുട്ടി കുറച്ചു നേരം കണ്ണടച്ച് കിടന്നോളൂ. ലാ 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 ലാ. എന്താ ദേവക്കുട്ടി ഇത്? അമ്മ ഇപ്പൊ അങ്ങ് പുറത്തു പോയതല്ലേ. ചേച്ചിയുണ്ട് ഇവിടെ. അമ്മ പുറത്തേക്ക് എന്തോ അത്യാവശ്യത്തിന് പോയതാ. ഇങ്ങ തിരിഞ്ഞു കിടക്ക്. ചേച്ചി നോക്കട്ടെ. ഡോക്ടർ ഇപ്പൊ മരുന്നൊക്കെ തന്നതല്ലേ, ഇപ്പൊ പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ടാകും. മോളിങ്ങ് നോക്കിയേ, നോക്കട്ടെ. ദേവാ, ദേവാ, അങ്ങനെ തിരിഞ്ഞേടി. ദേവാ, ദേവക്കുട്ടി, ഇങ്ങ നോക്ക്, ഇങ്ങ നോക്ക്. വാ, ചേച്ചി നല്ല കഥ പറഞ്ഞു തരാം. ഉറക്കം വരുന്നില്ലെങ്കിൽ ഇങ്ങ വാ, ചേച്ചിയുടെ അടുത്തേക്ക് വാ. അയ്യോ അയ്യോ അയ്യോ, അപസ്മാരം വരുന്നുണ്ടല്ലോ. പനി കൂടിയിട്ടായിരിക്കും. എന്റെ ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യാ? ഡോക്ടറാണെങ്കിൽ കൗൺസിലുമാണ്. അയ്യോ, എനിക്ക് പേടിയാകുന്നേ. അയ്യോ, ഡോക്ടറേ, ഡോക്ടറേ. ടോം ഇത് എവിടെ പോയി? എത്ര പ്രാവശ്യമായി വിളിക്കുന്നു. ഹോസ്പിറ്റലിലാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചൂടെ? വിളിച്ചിട്ടും കിട്ടുന്നില്ല. ദേവാ, നമ്മുടെ മോള് എവിടെ? അയ്യോ, കൊച്ചിന് എന്താ പറ്റിയത്? എന്റെ ഈശ്വര, ആണെന്ന് തോന്നുന്നു. അയ്യോ, ഡോക്ടർ, ദേവാ, അയ്യോ, നമ്മുടെ മോള് ദേവാ. എന്താ ഈശ്വര പറ്റിയത്? ഡോക്ടറെ, ഡോക്ടറെ, ഡോക്ടറെ. എന്താ പെട്ടെന്ന് പറ്റിയത്? മരുന്നൊക്കെ കൊടുത്തതല്ലേ, ഇഞ്ചക്ഷൻ വെച്ചില്ലേ, പിന്നെന്താ? അറിയില്ല ഡോക്ടർ, പെട്ടെന്ന് ഹൈ ടെമ്പറേച്ചറായി. കൊച്ചിന് പെട്ടെന്ന് തീരെ വയ്യാതെയായി. ഓ, ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടുണ്ട്. പാരൻസ് എവിടെ? അവരോട് സംസാരിക്കണം. നമുക്ക് പെട്ടെന്ന് ഐസിയുലേക്ക് മാറ്റണം. വളരെയധികം സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞപ്പിത്തം അധികമായിട്ടുണ്ടെന്നാ തോന്നുന്നത്. അവരെ ഞാൻ നോക്കി ഡോക്ടറെ, ഇവിടെ എങ്ങും കാണുന്നില്ല. എങ്ങോട്ട് പോയോ എന്തോ അറിയില്ല. ഞാൻ നിങ്ങളെയൊക്കെ അന്വേഷിച്ച് എത്ര നേരമായി ഹോസ്പിറ്റൽ വരാന്തയിലൂടെ ഓടുന്നതെന്ന് അറിയാമോ? കൊച്ചിന് തീരെ വയ്യ, കൊച്ചു അനങ്ങുന്നില്ല. ഫിറ്റ്സ് വന്നിട്ടുണ്ട്. അയ്യോ, എന്റെ കൊച്ചിന് ഇത് എന്താ പറ്റിയ? ഒരു പനി വന്നപ്പോഴേക്ക് ഇങ്ങനെ. നിങ്ങളിങ്ങനെ വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കരയാതിരിക്കു ചേച്ചി. ഡോക്ടർ എന്താന്ന് വെച്ചാൽ ചെയ്യുന്നുണ്ട്. ഐസിയുവിലേക്ക് മാറ്റാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. കുട്ടിയുടെ അച്ഛനെ വിവരം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് പെട്ടെന്ന് അതെല്ലാം ചെയ്യുമോ? ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. കൊച്ചിനൊന്നും സംഭവിക്കില്ല. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കു ചേച്ചി. എന്നാലും എന്റെ കൊച്ചൊരു പനിയായിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ ഐസിയുവിലൊക്കെ ആയെന്ന് പറഞ്ഞപ്പോ മഞ്ഞപ്പിത്തവും അധികമായിട്ടുണ്ടല്ലേ. അയ്യോ, ഞാൻ ടോമിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അയ്യോ, ഞാനിതിന് ആരോട് പറഞ്ഞു? എന്റെ ഈശ്വര. ചേച്ചി അതോർത്ത് പേടിക്കണ്ട. കൊച്ചിന് നല്ല ട്രീറ്റ്മെന്റ് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കും. ഐസിയിലേക്ക് മാറ്റാൻ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. ചേച്ചി ഇങ്ങനെ വിഷമിക്കല്ലേ. എനിക്കറിയില്ല, എന്റെ കൊച്ചിനെ എനിക്ക്